നമസ്കാരം, ഞാൻ ദിനേശ് സൗപർണിക. നമ്മളെ പാട്ടുപാടുക സമ്മാനം നേടും എന്നുള്ള പരിപാടി നടത്തിയിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നത് 8 ആളെ, അതിൽ ഏറ്റവും കൂടുതൽ കമൻ്റ് ഇട്ട 8 ആളെ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പാട്ടുകൾ അയച്ചു തന്ന 8 ആളെ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്നും അവരുടെ കമൻറ്റ് രേഖപ്പെടുത്താൻ പറയുന്നു. അപ്പം ഞാൻ വിട്ടുപോയ ഒരു കാര്യം, ഒരാൾ ഒന്നിൽ കൂടുതൽ കമൻറ്റ് രേഖപ്പെടുത്തരുത് ഒരാൾക്ക് തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കമൻറ്റ് ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയ ആൾക്കാണ് സമ്മാനം കൊടുക്കുക എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അങ്ങനെ നോക്കിയപ്പോൾ പല ആൾക്കാരും 1-2 കമൻറ്റ്, 2-3 കമൻറ്റൊക്കെ ഒരേ ഐഡിയിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറയാതെ പോയതാണ്. അപ്പോൾ ഈ സമ്മാനം ഇപ്പോൾ നറുക്കെടുത്തപ്പോൾ അത് പലർക്കും വിഷമം ഉണ്ടാക്കി. കാരണം ഏറ്റവും കൂടുതൽ കമൻറ്റ് കൊടുത്ത ആൾക്കാണല്ലോ സമ്മാനം കൊടുക്കേണ്ടത് എന്ന് ആദ്യം പറഞ്ഞ കാര്യമല്ലല്ലോ ഇപ്പോൾ പറയുന്നത് എന്നൊക്കെ പറഞ്ഞു. അത് എനിക്കും സത്യം പറഞ്ഞ വിഷമമായിട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും നമ്മളെ പഴയ കാലത്തെ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടും ആളുകൾക്ക് കൊടുത്തൊരു മത്സരമായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അതിൽ മാറ്റമൊന്നും വരുത്തുന്നില്ല. അതിൽ സെലക്ട് ചെയ്തത് ഫസ്റ്റ് കിട്ടിയത് ഷാനു ഷാഫു, നറുക്കെടുപ്പിലൂടെ കിട്ടിയത് ഷാനു ഷാഫു എന്ന് പറയുന്ന ഒരു നമ്പറിലേക്കാണ്, ഐഡിയിലേക്കാണ്. അപ്പോൾ അതിൽ മറ്റു പലർക്ക് കൂടുതൽ പാട്ടയച്ച പല ആളുകൾക്കും അതിൽ വിഷമം ഉണ്ടാക്കി. കാരണം അവർ അത്രയും കഷ്ടപ്പെട്ടിരുന്ന് പാട്ട് എഴുതി അയച്ചതാണ്. അവരുടെ കുറേ ആൾക്കാർ നമ്മളെ വിളിച്ചു, കാരണം ആദ്യം പറഞ്ഞ പോലെ തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ അതിൽ മാറ്റമൊന്നും വരുത്തുന്നില്ല. ഏതായാലും ഫസ്റ്റ് കിട്ടിയ എല്ലാവർക്കും ഒരേ സമ്മാനങ്ങൾ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചു, നിങ്ങളുടെയൊക്കെ അഭ്യർത്ഥനയും നിങ്ങളുടെ മെസ്സേജും നിങ്ങളുടെ കോളും കാരണം ഞാൻ തീരുമാനിച്ചത് 3 ആൾക്കും, അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട 3 ആൾക്കും ഞാൻ ഓരോ അടീനിയം സമ്മാനമായി നൽകുന്നതാണ്. ഇപ്പോൾ എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അടുത്ത മത്സരത്തിലും നിങ്ങൾ ആവേശപൂർവ്വം പങ്കെടുക്കുക. പിന്നെ ഒരു കാര്യം, ഒരാൾക്ക് ഇങ്ങനത്തെ കമൻ്റൊക്കെ ഇടുമ്പോൾ ഒരു ഐഡിയിൽ നിന്ന് ഒരു കമൻറ്റ് തന്നെ രേഖപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കണം. അത് നമ്മൾ പറയണമെന്നൊന്നുമില്ല. എന്തായാലും മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും, വിജയിച്ച ഫൈനൽ ഇതിലെത്തിയ 3 ആൾക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. 3 ആൾക്കും ഓരോ അടീനിയം ചെടി അടുത്ത ആഴ്ച തന്നെ ഇവിടുന്ന് അയച്ചു കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.